പാനിപൂരി ലവേഴ്സിന് വേണ്ടി ഒരു ഈസി പാനിപൂരി റെസിപ്പി കണ്ടാലോ. ഇൻസ്റ്റന്റ് പൂരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി സ്വീറ്റ് ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പിടി പുളി, 1/2 ഗ്ലാസ് വെള്ളം, ഒരച്ചിപ്പ് വെല്ലം, 1/2 സ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ച് വറ്റിച്ച് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഫില്ലിങ്ങിനായി ഒരു പൊട്ടാറ്റോ പുഴുങ്ങിയത് ഉടച്ചെടുത്ത്, 1/4 കപ്പ് ഗ്രീൻ ബീൻസ് വേവിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, വറുത്തു മാറ്റി വെച്ചതിൽ നിന്ന് 3 പൂരി കൈകൊണ്ട് പൊടിച്ച് ചേർത്ത്, 1 സവാള ചെറുതായി അരിഞ്ഞതും 2 സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി മാറ്റിവെക്കാം. ഇനി ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 പിടി മല്ലിയില, 3 പച്ചമുളക്, 1/2 ഗ്ലാസ് വെള്ളം, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് മിക്സിയിൽ അരിച്ച് മാറ്റിവെക്കാം. ഇനി വറുത്ത് മാറ്റിവെച്ച പൂരി ഓരോന്നായി എടുത്ത് മുകളിൽ തട്ടിക്കൊടുത്ത് ചെറുതായി പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുത്ത ഓരോ പൂരിയിലും ഫില്ലിങ് നിറച്ച് ആവശ്യത്തിന് സ്വീറ്റ് ചട്നിയും ഗ്രീൻ ചട്നിയും ചേർത്ത് കഴിക്കാം. പാനിപൂരി ലവേഴ്സ് എല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.